നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിരവധി ഇന്ത്യക്കാരാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നത്. അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ജോലിക്കായിട്ട് പഠനത്തിനായിട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. ഇന്നത്തെ കാലത്ത് നിരവധി വിദ്യാർത്ഥികൾ ഇവിടുത്തെ വിദ്യാഭ്യാസം വേണ്ട എന്ന് വെച്ച് പുറത്തുപോയി അവിടെ വിദ്യാഭ്യാസം നേടുന്നവരുണ്ട്. അതിനുശേഷം അവിടെ തന്നെ ജോലി കണ്ടുപിടിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ പ്ലാൻ ചെയ്യുന്ന പല വിദ്യാർത്ഥികളും നമുക്കിടയിലുണ്ട്. ഇപ്പോൾ വളരെ നടക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യൻ വംശജന് നേരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഇന്ത്യൻ വംശജർക്കെതിരെ ആക്രമണം ഉണ്ടാകാറുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വല്ലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ്. തലതാരിഴയ്ക്കാണ് ഈ പറയുന്ന യുവാവ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. ക്രൂരമായ വംശീയ ആക്രമണമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വംശജന് നേരെ നടന്നിരിക്കുന്നത്. സംഘം ചേർന്ന വടിവാളുകൊണ്ട് ആക്രമണത്തിൽ 33കാരന്റെ കൈയടക്കം അറ്റുതൂങ്ങി. കൈ ഏറെക്കുറെ അറുത്ത നിലയിലാണ് ഈ 33കാരനെ ആശുപത്രിയിൽ എത്തിച്ചത്. കൗമാരക്കാരുടെ സംഘം നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ വംശജനായ സൗരഭ് ആനന്ദ് എന്ന 33കാരനാണ് ഗുരുതരമായി ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. സൗരഭിന്റെ തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചുമലിലും പുറത്തും വെട്ടേറ്റ പാടുണ്ട്. സംഭവം വംശീയ ആക്രമണമാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മെൽബണിലെ അൾട്ടോണ മെഡോസിലെ സെൻട്രൽ സ്ക്വയർ ഷോപ്പിംഗ് സെന്ററിലെ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി മടങ്ങുമ്പോഴാണ് 33കാരൻ വംശീയ ആക്രമണത്തിന് ഇരയായത്. ജൂലൈ 19 വൈകിട്ട് 7:30 ആൾട്ടാറോ മെഡോസിലെ സെൻട്രൽ സ്ക്വയർ ഷോപ്പിംഗ് സെന്ററിന് പുറത്തുള്ള ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സൗരഭ്. ഈ സമയത്ത് സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ചായിരുന്നു സൗരഭ് നടക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടയിലായിരുന്നു പെട്ടെന്ന് കൗമാരക്കാരായ 5 അംഗ സംഘം സൗരഭിനെ വളഞ്ഞത്. അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ടായിരുന്നു. ഒരാൾ ആദ്യം തലക്കടിച്ച് വീഴ്ത്തിയപ്പോൾ കൂട്ടത്തിലെ മറ്റൊരാൾ വടിവാളിന് സമാനമായ ആയുധം 33കാരന്റെ കഴുത്തിനോട് ചേർത്ത് വെക്കുകയായിരുന്നു. ഇത് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെയാണ് 33കാരന്റെ കൈക്ക് ആദ്യം സാരമായ പരിക്കേറ്റത്. പിന്നീട് കൈ അറുക്കാൻ ശ്രമിച്ച ആക്രമികൾ യുവാവിന്റെ ചുമലിലും പുറത്തും വെട്ടിയിട്ടുണ്ട്. 33കാരന്റെ നട്ടെല്ലിനും പരിക്കേൽക്കുകയും അസ്ഥികൾ ഒടിയുകയും തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തൂങ്ങിയ നിലയിലുള്ള കൈ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് ആദ്യം ഡോക്ടർമാർ പ്രതികരിച്ചത്. എന്നാൽ ഇത് തുന്നിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കത്തി എന്റെ കൈത്തണ്ടയിലൂടെ തുളച്ചു കയറി. രണ്ടാമത്തെ ആക്രമണം കൈയിലും മൂന്നാമത്തേത് എല്ലിലും തുളച്ചു കയറുന്ന രീതിയിലായിരുന്നു. കൈക്ക് പുറമെ പുറകിലും തോളിലും കുത്തേറ്റിരുന്നു. വേദന മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. എന്റെ കൈയെ ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇതാണ് സൗരഭ് ആദ്യമായിട്ട് ആശുപത്രിയിൽ ഇതൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. രക്തം വാർന്ന വേദനയോടെ സൗരഭ് സ്ഥലത്ത് നിന്ന് നടന്നുപോയി സഹായത്തിനായി നിലവിളിക്കുകയായിരുന്നു. സംഭവം കണ്ടുവന്ന ആളുകളാണ് സൗരഭിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമികൾ യുവാവിന്റെ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഡ്ലൈഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി വംശീയാക്രമണത്തിന് ഇരയായ അതേ ദിവസമാണ് 33കാരനും ആക്രമണത്തിന് ഇരയായത്. ഏതായാലും ആക്രമണത്തിൽ കൗമാരക്കാരായ കുറച്ചുപേർ അറസ്റ്റിലായതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. 5 കൗമാരക്കാരിൽ 4 പേരെയാണ് വിക്ടോറിയ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിൽ 2 പേർക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ചവർ ഓഗസ്റ്റ് 11 കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. മറ്റ് 2 പേരെ ഓഗസ്റ്റ് 15 കോടതിയിൽ ഹാജരാക്കും. ആക്രമണ കാരണം ഇതുവരെ വ്യക്തമല്ല. ഇതിൽ 5ാമത്തെ പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഏതായാലും ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ എത്തിച്ച സൗരഭ് ഇപ്പോൾ ചെറുതായിട്ട് സുഖം പ്രാപിച്ചു വരികയാണ്. കൈ തുന്നിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരടക്കം പറഞ്ഞിരിക്കുന്നത്.